Hello friends, welcome back to SIRI on Live. അപ്പം ഞാൻ ഒരു ബ്രൗണീസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി നല്ല കിഡിലനായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണീസ് ഞാൻ കൊക്കോ പൗഡർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബട്ടർ, 2 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പ് മൈദ പ്ലസ് 1 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 കപ്പ് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും നമ്മൾ പൗഡറൊക്കെ നല്ലതായിട്ട് ഡിസോൾവ് ആയിട്ട് വരുള്ളൂ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് പയ്യെ ഒറ്റയടിക്കല്ല പയ്യെ നമുക്ക് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. പൊടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ വേഗം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാ പഞ്ചസാര യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ അലിയാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. പയ്യെ ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാര ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം വേഗം തന്നെ നമുക്കത് മെൽട്ടായിട്ട് കിട്ടും. അവിടെ ഒരു 3rd ട്രിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കിട്ടണം. ഏകദേശം ഞാനിവിടെ ഒരു മിനിറ്റോളം മിക്സ് ചെയ്തിട്ടാണ് ഇത് ഫുള്ളായിട്ടൊന്ന് ബട്ടറിൽ മെൽറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. ഞാൻ ഇതാ നേരത്തെ പറഞ്ഞ മാതിരി 1 മിനിറ്റിൽ കൂടുതൽ തന്നെ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ഇത്തിരി സ്റ്റിഫായിട്ടുള്ളൊരു മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓരോ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ് 1 by 1. ഫസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് എല്ലാനും മിക്സ് ആയതിന് ശേഷം സെക്കൻഡ് എഗ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ കണ്ടില്ല, നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും നമുക്ക് നമ്മളെ ഷുഗറൊക്കെ പൊടിച്ച പഞ്ചസാര ആയാലും നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. നല്ലതായിട്ട് മെൽറ്റ് ആയതിന് ശേഷം മാത്രം 1 കപ്പ് കൊക്കോ പൗഡർ പ്ലസ് 1 കപ്പ് മൈദ, ഇത് രണ്ടെണ്ണം കൂടെ നമുക്ക് പയ്യെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച മാതിരി എല്ലാം പയ്യെ മിക്സ് ചെയ്ത് ഇപ്പം നല്ലോണം എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1/8 ടീസ്പൂൺ മെഷർമെൻറ്റിലാണ് ഉപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2 പിഞ്ച് ഉപ്പിട്ടാലും മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്താൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൗണീസ് കിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആയതിനു ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബേക്കിംഗ് ട്രേ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കുറച്ച് ബട്ടർ ഇട്ടു. അതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചു. അതൊന്ന് കവർ ചെയ്തിട്ട് ചെറുതായിട്ട് ബട്ടർ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ല, ഓവർ കട്ടിയില്ല എന്നാൽ ഓവർ ലൂസ് ഇല്ലാത്ത ഒരു ബാറ്ററാണ് നമുക്കിപ്പോൾ റെഡി ആയിരിക്കുന്നത്. ഇത് നമ്മൾ ഈവൻലി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബ്രൗണീസ് ചെറുതായിട്ട് അവിടെയൊക്കെ പൊന്തിയും താന്നൊക്കെ നിൽക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹോൾസ് ഒന്നും ഇല്ലാതെ ഈവനായിട്ട് തന്നെ എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ എല്ലായിടത്തും നല്ല സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഡയറി മിൽക്ക് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഞാൻ ചെറിയ പാക്കറ്റ് ഓഫ് ഡയറി മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ ബബിൾസ് ഒക്കെ ഉള്ളിൽ പോകുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്കിത് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓവണിലാണെങ്കിൽ 160 ഡിഗ്രി 20 to 25 മിനിറ്റ്സ്, കടായി ആണെങ്കിൽ 30 to 35 മിനിറ്റ്സ്, മീഡിയം ലോ ഫ്ലെയിം. അപ്പോൾ ഇതാ നമ്മൾ ബ്രൗണീസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് നോക്കിയിരുന്നു അതെങ്ങനെയാണ് അതിൻ്റെ വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ എനിക്കൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ടൂത്ത് പിക്ക് തന്നെയാണ് തിരിച്ച് കിട്ടിയതും. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ
എടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതോടെ തന്നെ നല്ല ചൂടായിട്ട് നല്ല കൂളായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പല ടൈപ്സ് ഓഫ് ബ്രൗണീസ് ഉണ്ട്. സിസ്ലിംഗ് ബ്രൗണീസ് ഉണ്ട്, ബ്രൗണീസ് വിത്ത് കൊക്കോ പൗഡർ ഉണ്ട്, നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബ്രൗണീസ് ഉണ്ട്, ചോക്ലേറ്റ് ബ്രൗണീസ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ബ്രൗണീസ് ഉണ്ട്, സ്ട്രോബെറി ബ്രൗണീസ്, വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണീസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കൊക്കോ പൗഡർ ബ്രൗണീസാണ്. ഇതാ ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാം ബ്രൗണീസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ ബ്രൗണീസ് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മാതിരത്തൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത